മരണത്തിനും ജീവിതത്തിനും ഇടയിലെ നൂൽപാലത്തിലൂടെ കടന്നുപോയ 6 വർഷത്തെ കഥ പറയാനുണ്ട് ആ ഹെഡ് ബാൻഡിന്. മെക്സിക്കോ ഇന്ന് ലോകകപ്പിൽ വിജയം നേടിയപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ പിറന്ന രണ്ടാമത്തെ ഗോളിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ചത് ജിമിനിസിന്റെ സെലിബ്രേഷനും നെറ്റിയിലെ ഹെഡ് ബാൻഡുമായിരുന്നു. ആ ഹെഡ് ബാൻഡ് അയാളുടെ ജീവനെ ഇപ്പോഴും തടഞ്ഞു നിർത്തുകയാണ്. 6 വർഷങ്ങൾക്ക് മുൻപ് അയാൾ വൂൾസിനു വേണ്ടി കളിക്കുന്ന സാഹചര്യത്തിൽ ആർസണലിനെതിരെയുള്ള മത്സരത്തിൽ ലൂയിസ് ഡയസിന്റെ തല കൊണ്ടുള്ള ഇടിയേറ്റ് തലയോട്ടി തകർന്ന് ഇനിയൊരിക്കലും കളിക്കളത്തിലേക്ക് തിരിച്ചു വരുന്നത് പോട്ടെ, എഴുന്നേറ്റ് നിൽക്കുവാനോ പഴയതുപോലെ ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ നടക്കുവാനോ പോലും കഴിയില്ല എന്ന് എല്ലാവരും ജിമിനിസിനെ വിലയിരുത്തി. കാരണം അത്രമാത്രം ഗുരുതരമായിരുന്നു പരിക്ക്. ആ ശക്തമായ ഇടിയിൽ അദ്ദേഹത്തിന്റെ തലയൊട്ടി തകർന്നുപോയി. ഇനിയൊരിക്കലും അദ്ദേഹം എഴുന്നേൽക്കില്ല എന്ന് ടീം ഡോക്ടർ പോലും വിധി എഴുതി. പിന്നീട് കണ്ടത് ലോക ഫുട്ബോളിനെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു. തിരിച്ചുവരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജീവിതത്തിലേക്ക് തിരികെ വന്നു. സർജറിക്ക് ശേഷം അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഷേക്കിൾസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയായിരുന്നു ആ ഹെഡ് ബാൻഡ് അയാൾ ധരിച്ചത്. ആ ഹെഡ് ബാൻഡുമായി അയാൾ കളിക്കളത്തിലേക്ക് തിരിച്ചു വന്നു. വൂൾസിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ തിരിച്ചുവരവുകളിൽ ഒന്നായിരുന്നു ആ മടങ്ങി വരവ്. പിന്നീട് അദ്ദേഹം ഫുൾഹാമിലേക്ക് പോയപ്പോഴും അദ്ദേഹത്തിന് ഫോം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഫോം കണ്ടെത്താൻ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു, ബുദ്ധിമുട്ടി. കാരണം കരിയർ എൻഡിങ് ഇഞ്ചുറി. കരിയർ എൻഡിങ് എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ തകർന്നു പോകുന്ന തരത്തിൽ ഒരു ഇഞ്ചുറി അതിജീവിച്ചുകൊണ്ട് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ആയിരുന്നു ജിമിനിസ് ഉയർന്നു വന്നത്. പക്ഷെ അയാളെ വിധിയുടെ വേട്ടയാടലുകൾ വെറുതെ വിടുമായിരുന്നില്ല. ലോകകപ്പിലേക്കുള്ള ടീമിൽ വന്നപ്പോൾ 35-ാമത്തെ വയസ്സിൽ അയാളെ പ്രായം തളർത്തി തുടങ്ങിയെന്ന് പലരും വിധി എഴുതി. പക്ഷെ ഇപ്പോഴും മെക്സിക്കോയുടെ മുന്നേറ്റ നിരയിലെ ചാലക ശക്തി ഈ ജിമിനിസ് തന്നെയാണ്. അയാളുടെ ആ ഒരു ഹെഡർ ഗോൾ ഉണ്ടല്ലോ, ഹെഡ് ബാൻഡ് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന തല കൊണ്ട് നേടിയ ഹെഡർ ഗോൾ ഇന്ന് മെക്സിക്കോയുടെ വിജയം ഊട്ടിയുറപ്പിച്ചത് ആ ഗോളായിരുന്നു. ആ ഗോളിന് ശേഷം അദ്ദേഹം ആകാശത്തിലേക്ക് നോക്കി കണ്ണുകൾ നിറഞ്ഞൊഴുകിയപ്പോൾ അതിനും കാരണമുണ്ടായിരുന്നു. ലോകകപ്പ് തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അയാൾക്ക് സ്വന്തം പിതാവിനെ നഷ്ടപ്പെട്ടത്. പ്രിയപ്പെട്ടവരുടെ മരണം, കരിയർ എൻഡിങ് ഇഞ്ചുറി, ഫുട്ബോൾ ലോകത്തെ ത്രസിപ്പിക്കുന്ന തിരിച്ചുവരവുകളുടെ കഥകളുടെ അധ്യായത്തിൽ ഒന്നുകൂടിയായിരിക്കും ജിമിനിസിന്റെ ഈ തിരിച്ചുവരവും ഗോളാഘോഷവുമെല്ലാം.